ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ ജനത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് എല്ലായ്പ്പോഴും നൽകിയത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന കാര്യം ജനത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. വഴി തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത്. എന്നാൽ വഴികൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിലൂടെ മനുഷ്യന് നൽകിയിട്ടുണ്ട്. 2 വഴികളെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പരാമർശിക്കുന്നത്. ഒരു നോമ്പ് കാലയളവിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടുന്നതാണ്. വിശാലമായ വഴിയെക്കുറിച്ചും ഇടുങ്ങിയ വഴിയെക്കുറിച്ചും ഈ വേദഭാഗത്ത് പരാമർശിക്കുമ്പോൾ ആധുനിക സമൂഹം വിശാലമായ വഴി തിരഞ്ഞെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വഴി സന്തോഷം അനുദിനം നൽകുന്നതാണ്. അവിടെ പ്രതീക്ഷകളുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹ പൂർത്തീകരണം അതിലൂടെ സാധ്യമാകുമെന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. എന്നാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ മറ്റെല്ലാറ്റിനെയും ഉപേക്ഷിച്ച് വളരെ വേഗത്തിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും എന്നാൽ ആ വഴിയുടെ അവസാനത്തിൽ എത്തിച്ചേരുമ്പോൾ അത് ജീവിതത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്കാണ് എത്തിച്ചേർന്നത് എന്നറിഞ്ഞ് അവിടെ പ്രയാസപ്പെടുന്നതും ഇന്ന് കാണുന്നൊരു കാഴ്ചയാണ്. എന്നാൽ ഇടുക്ക് വഴിയിലൂടെ സഞ്ചരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വഴി വളരെയധികം ദുഷ്കരമാണ്. വേദനകൾ, പ്രയാസങ്ങൾ, അതുപോലെ സഹനത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും ആ വഴികളിലുണ്ട്. എന്നാൽ ആ വഴിയിലൂടെ നടക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകണം. ഇന്ന് നാം അനുഭവിക്കുന്ന സുഖമല്ല, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ജീവന്റെ സമൃദ്ധി അത് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കപ്പെടുന്നത്. ഈ നോമ്പുകാലം കല്ലുകൾ നിറഞ്ഞ, മുള്ളുകൾ നിറഞ്ഞ സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനായിട്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു സമയമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകണം. ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ മാതൃക സ്വീകരിച്ച് നോമ്പുകാലം ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ലഭിക്കപ്പെടുന്ന ആത്മീയമായ ചൈതന്യത്തിൻ്റെ അനുഭവത്തെ നിലനിർത്തിക്കൊണ്ട് നോമ്പ് കാലയളവിനപ്പുറമായിട്ടുള്ള ദിനങ്ങളിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിനായിട്ട് ഈ ധ്യാന ചിന്ത നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട നല്ല ചിന്തകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും സാധ്യമല്ല എന്ന തിരിച്ചറിവോടുകൂടെ അങ്ങോട്ട് ചേർന്ന് നടപ്പാൻ അവിടുന്ന് സഹിച്ച സഹനത്തിൻ്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റുവാൻ ഈ നോമ്പ് കാലയളവിൽ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.